രാഹുൽ മാങ്കൂട്ടത്തിലിന് പിന്നിൽ ഷാഫിയും വി.ഡി. സതീശനുമെന്ന പാലക്കാട്ടെ മുൻ LDF സ്ഥാനാർത്ഥി ഡോക്ടർ സരിൻ. അവർ രണ്ടുപേരെ കൂടി പിടികൂടണമെന്നും ഇവരാണ് കോൺഗ്രസിലെ മാഫിയെന്നും സരിൻ എലവഞ്ചേരിയിൽ വാർത്താലേഖകരോട് പറഞ്ഞു. നന്മയുള്ള കോൺഗ്രസുകാർ ഒരുപക്ഷെ ഈ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ ഉച്ചം കൊണ്ട് അത് നന്മയിൽ മനസ്സിൽ ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ചില മനുഷ്യരുണ്ട്, നിസ്വാർത്ഥരായിട്ടുണ്ട്, പലരും ഇപ്പോഴും ഉണ്ട്, അത് അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണല്ലോ കോൺഗ്രസ് ഈ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിൽ അസ്തമിക്കരുത് എന്ന് പറയുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം CPM ആണ്. BJP-കാർ ഒരിക്കലും പറയില്ല കോൺഗ്രസ് മുക്ത ഭാരതാണെന്നാണ് പറയാറ്. ഞങ്ങൾ അങ്ങനെ പറയാറില്ലല്ലോ. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ നേരും നിറയും നന്മയുമുള്ള ചില കോൺഗ്രസ്സുകാരുണ്ട്. അവരുടെ നെഞ്ചത്ത് കയറിയിരുന്ന് ഈ ക്രൈം സിൻഡിക്കേറ്റിലെ 3 പേരും കൂടി കാട്ടിക്കൂട്ടിയ സകല വിക്രിയകളും പൊതുസമൂഹത്തിന്റെ മുന്നിൽ ചർച്ചയാകണം. ഈ ഹാളെ മാത്രം കൂട്ടിയോണ്ടൊന്നും കാര്യമില്ല. ഇതിന്റെ തെളിവുകളുണ്ട്. അതായത് ഈ ക്രൈം സിൻഡിക്കേറ്റ് ഓപ്പറേറ്റ് ചെയ്തതിന് പല രീതികളുണ്ട്. എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടിയെ ഹൈജാക്ക് ചെയ്തത് എന്നാണ് അതിന്റെ പോയിന്റ് നമ്പർ 1. കോൺഗ്രസ് പാർട്ടിയിലെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ എങ്ങനെയായിരുന്നു ഇവർ മാത്രം പങ്കുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അന്നത്തെ KPCC പ്രസിഡന്റ് ആയിരുന്ന K. സുധാകരനെ ഇവരെങ്ങനെയാണ് നോക്കുകുത്തിയാക്കി മാറ്റിയത് എന്നാണ്. പിന്നീട് ഹൈക്കമാൻഡ് എന്ന് പേരിട്ട് വിളിക്കുന്ന ഇവിടെ നിന്ന് പറഞ്ഞയക്കപ്പെട്ട KC വേണുഗോപാൽ പോലും അശക്തനായിക്കൊണ്ട് കേരളത്തിന്റെ കോൺഗ്രസിനെ ഇനി വരാൻ പോകുന്ന ഭരണമാറ്റത്തിന്റെ പേരിൽ തൂക്കി വിറ്റവരാണിവർ. അതായത് ഇവരുടെ മനസ്സിൽ ഇപ്പോഴും എന്താ, അടുത്ത ഭരണം 2026 ഭരണം കോൺഗ്രസിനാണ്. ആ വിലപേശിക്കൊണ്ട് അന്ന് ഭരണത്തിൽ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ധനകാര്യമന്ത്രിയും ഒരുപക്ഷെ ഈ 3 പേരുമായേക്കാം എന്നൊക്കെ ആയിരിക്കുമല്ലോ ഇവര് സ്വപ്നം കാണുന്നത്. ആ സ്വപ്നത്തിന്റെ പേരിൽ കേരളത്തിലെ മനുഷ്യരുടെ തല എണ്ണി കണക്ക് പറഞ്ഞ് ഇവർ വാങ്ങിയത് എന്തൊക്കെയാണ്, ഇവരാരിൽ നിന്നൊക്കെയാണ് പണം പറ്റിയിരിക്കുന്നത്, ഇവരുടെ ഭയം എന്തായിരുന്നു എന്നുള്ളത് കൂടി അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയതായിരുന്നു സരിൻ. ഫേസ്ബുക്ക് കുറിപ്പിൽ സതീശന്റെയും രാഹുലിന്റെയും ഷാഫിയുടെയും ഒരുമിച്ചുള്ള ട്രെയിൻ യാത്രയുടെ വീഡിയോയും സരിൻ പങ്കുവച്ചു. അതിലെ വരികൾ ഇങ്ങനെ: കഴിഞ്ഞിട്ടില്ല രാമ, കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ക്രൈം സിൻഡിക്കേറ്റിലെ ഒരാളെ വീണിട്ടുള്ളൂ. വീണവനെ ഇപ്പോഴും കാത്തു സംരക്ഷിക്കുന്നവനും വാഴുമ്പോൾ കൈവച്ച് അനുഗ്രഹിച്ചവനും വീഴുന്നതുവരെ പുറകെ തന്നെയുണ്ട്. കാരണം നിങ്ങളിപ്പോൾ നല്ല പിള്ളമാർ ചമയുന്നത് അവശേഷിക്കുന്ന നെറിയുള്ള കോൺഗ്രസുകാരന്റെ നെഞ്ചത്ത് കയറിയിരുന്നാണ്. വിടില്ല രണ്ടിനെയും. UTV ന്യൂസ്, പാലക്കാട്.